ഗൈസ് മാത്തേര അത് നിങ്ങൾ കാണേണ്ട സ്ഥലാട്ടോ. അടിപൊളിയാണ് അല്ലേ? ഇവിടെ കൊറേ കുതിരണ്ട്, കൊറേ നായ്ക്കളുണ്ട്, അതൊക്കെ ഉണ്ട്. പക്ഷെ ഭയങ്കര പച്ചപ്പാട്ടോ, അടിപൊളിയാണ്. അങ്ങനെ ഞങ്ങൾ മാത്തേരാനിലെത്തി. അവിടേക്ക് ടാക്സി വിളിച്ചാട്ടോ പോകണ്ടേ. അവിടെ ആണെങ്കിൽ ഭയങ്കര തിരക്കുമാണ്. ഏകദേശം രാവിലെ 9 മണിയാകുമ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടാവും കേട്ടോ. പിന്നെ നമ്മുടെ പണി എന്ന് പറഞ്ഞാൽ റൂം നോക്കുന്ന പണി. റൂം കിട്ടാനൊന്നും ഒരു പ്രയാസമില്ല കേട്ടോ, പക്ഷെ കുറേ നടക്കാനുണ്ട്. കുറച്ചങ്ങോട്ട് നടന്നപ്പോത്തിനും ഞാൻ കൊയങ്ങിൻ്റെ ലഗേജ് മുഴുവൻ ഹസ്ബൻഡിൻ്റെ. അങ്ങനെ റൂമിലെത്തി ഫ്രഷ് ആയതിൻ്റെ ശേഷമായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ആദ്യം തന്നെ ഫുഡ് കഴിക്കാനായിരുന്നു. ബിരിയാണി ആയിരുന്നു കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് പിന്നെ തൊള്ളേക്ക് വെക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. പിന്നെ ചോക്ലേറ്റ് തിന്ന് അഡ്ജസ്റ്റ്. ഇവിടെ എവിടെ നോക്കുകയാണെങ്കിലും കുറേ കുതിരകൾ കാണാൻ കേട്ടോ. കുതിരകളോട് പണിയെടുത്തിപ്പിക്കുക, അതുപോലെ വ്യൂ കാണാനൊക്കെ കുതിരപ്പുറത്ത് കയറി പോകുന്നത്. പിന്നെ മെയിനായിട്ട് പറയുകയാണെങ്കിൽ കുറേ സ്ഥലങ്ങൾ ഇവിടെ കാണാനുണ്ട് കേട്ടോ. ഓരോ റൂട്ടും നമ്മൾ കണ്ടെത്തി കേട്ടോ പോകുന്നത്. ഓരോ ബോർഡൊക്കെ വെച്ചിട്ടുണ്ടാവും. അങ്ങനെ കണ്ടെത്തി ഓരോ റൂട്ടിലേക്ക് പോയി ആ ഒരു വ്യൂ കാണുമ്പോൾ അടിപൊളിയാണ്. സത്യം പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് കണ്ടു തീർക്കാൻ കഴിയുന്ന അത്രക്ക് വ്യൂ അല്ല കേട്ടോ. കുറേ വ്യൂ ഉണ്ട് കേട്ടോ ഇവിടെ കാണാൻ തന്നെ. ട്രെക്കിംഗ് ആണെങ്കിലും ഒക്കെ അടിപൊളി. ഇവിടുത്തെ ഏറ്റവും മെയിൻ എന്ന് പറഞ്ഞാൽ നടത്താണ് കേട്ടോ. നടക്കാൻ കഴിയുന്നവർ മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി. അത്രത്തോളം നടക്കാൻ. എന്തായാലും ഈ ഒരു ട്രിപ്പ് കഴിയുമ്പോഴത്തേനും നമ്മുടെ കാലൊക്കെ ഒരു പണിയാവും. അന്നത്തെ ആ ഒരു ദിവസം നമ്മൾ 2-3 വ്യൂ പോയിൻ്റൊക്കെ കണ്ട് നമ്മൾ റൂമിലേക്ക് വേഗം തന്നെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പിറ്റേ ദിവസമായിരുന്നു പിന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അത് അടുത്ത പാർട്ടിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.